നമസ്കാരം. കുട്ടികളുടെ വാർത്തയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാർക്കായി നിരവധി പുതിയ വാർത്തകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ കുട്ടികളുടെ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിശദമായ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാന വാർത്തകൾ നോക്കാം. യാട്ടിംഗ് നടത്തി മധ്യവേനൽ അവധി ആഘോഷിക്കുന്ന കൂട്ടുകാർ. മദേഴ്സ് ഡേ വിശേഷം. മാമ്പഴക്കാലത്തിൽ മന്ത്രിക്കൊപ്പം കൊച്ചുകൂട്ടുകാർ. ജാലവിദ്യയിലൂടെ ബോധവൽക്കരണവുമായി മജീഷ്യൻ മുതുക്കാട്. മധ്യവേനൽ അവധി യാട്ടിംഗ് പരിശീലനത്തിലൂടെ വ്യത്യസ്തമാക്കുകയാണ് ഒരു കൂട്ടം കുട്ടികൾ. ഒളിമ്പിക് മെഡലിലേക്കുള്ള ലക്ഷ്യമാണ് ഇവർക്ക് യാട്ടിംഗ്. മധ്യവേനൽ അവധിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച യാട്ടിംഗ് പരിശീലനത്തിന് 300ഓളം കുട്ടികളാണ് എത്തിയത്. കേരള വാട്ടർ സ്പോർട്സ് ആൻഡ് സെയിലിംഗ് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന യാട്ടിംഗ് പരിശീലനം എറണാകുളത്തെ തേവര സേക്രഡ്സ് ഹാർട്ട് കോളേജിലാണ്. 7നും 16നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്കാണ് രസകരമായ ഈ പരിശീലനത്തിന് അവസരം നൽകിയിരിക്കുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ദിവസങ്ങളിലാണ് പരിശീലനം. പിന്നെ എവിടെ പോയാലും ചാടാൻ ഒക്കെ പറ്റും. കോൺഫിഡൻസ് ആയി. താല്പര്യം കൊണ്ട് വന്നതാണോ അതോ അച്ഛനൊന്നും പറഞ്ഞിട്ട് വന്നോ? താല്പര്യം കൊണ്ട് വന്നു. താല്പര്യം കൊണ്ട് വന്നതാണ്. നേരത്തെ നീന്തൽ പഠിച്ചിട്ടുണ്ടായിരുന്നോ അതോ ഇവിടെ വന്നിട്ട് പഠിക്കും? നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് സെയിൽ ചെയ്യാനൊക്കെ. ഇങ്ങനെ അടുത്ത വർഷം ഇങ്ങനെ സംഘടിപ്പിക്കുകയാണെങ്കിൽ വരുമോ? വരും. യാട്ടിങ്ങിനോടൊപ്പം തുഴച്ചിലിനുള്ള പരിശീലനവും ഇവർക്ക് നൽകുന്നു. യാട്ടിംഗ് ചെയ്ത് കായലിന് നടുക്ക് വെച്ച് വള്ളം മറിച്ചിട്ട് അതിലേക്ക് തിരിച്ചു കയറുന്നതാണ് പരിശീലനത്തിന്റെ അന്തിമഘട്ടം. യാട്ടിംഗ് പരിശീലനം കുട്ടികൾക്ക് മാനസികമായും ശാരീരികമായും ഒട്ടേറെ ഗുണം ചെയ്യുമെന്ന് വാട്ടർ സ്പോർട്സ് ആൻഡ് സെയിലിംഗ് ഓർഗനൈസേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ജോർജ് തോമസ് പറഞ്ഞു. അവർക്ക് സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്നു, ബോഡി കൺട്രോൾ കിട്ടുന്നു, മൈൻഡ് കൺട്രോൾ കിട്ടുന്നു. തീർച്ചയായിട്ടും പല മേഖലകളിലേക്കും അവർക്ക് ശോഭിക്കാൻ കഴിയുന്ന ഒരു എല്ലാ അടിസ്ഥാന ഘടകങ്ങളും നമുക്ക് ഈ യാട്ടിങ്ങിലൂടെ കിട്ടും. യാട്ടിംഗ് സ്പോർട്സിന് ഒളിമ്പിക്സിൽ 33 മെഡലുകളുണ്ട്. പുതുതലമുറയെ നന്നായി വാർത്തെടുത്താൽ യാട്ടിംഗിൽ ഒരു മെഡൽ നേടാനാകുമെന്നും ഇദ്ദേഹം പറയുന്നു. ഒളിമ്പിക്സിൽ 11 ഇനങ്ങളിലായിട്ട് 33 മെഡലുള്ള ഒരു ഐറ്റമാണ് യാട്ടിംഗ്. ഇന്ത്യയുടെ എന്നത്തെയും ഒരു സ്വപ്നമാണ് നമുക്ക് ഒരു സ്വർണ്ണ മെഡൽ നേടുക അല്ലെങ്കിൽ ഒളിമ്പിക് മെഡൽ നേടുക എന്നുള്ളത്. ഏറ്റവും വലിയ ഉദ്ദേശം അത് തന്നെയാണ്. വരും വർഷങ്ങളിലും യാട്ടിംഗ് പരിശീലനം വിപുലമായി സംഘടിപ്പിക്കാനാണ് വാട്ടർ സ്പോർട്സ് ആൻഡ് സെയിലിംഗ് ഓർഗനൈസേഷന്റെ തീരുമാനം. കുട്ടികളുടെ വാർത്ത ജയ്ഹിന്ദ് ന്യൂസ്, കൊച്ചി. അമ്മയുടെ സ്നേഹത്തിനെ പറ്റി പറയാത്തവർ കുറവാണ്. എന്നാൽ അമ്മമാർക്ക് മാത്രമായി ഒരു ദിവസമുണ്ടെന്ന് കൂട്ടുകാർക്കറിയാമോ? Don't you agree when they all say home is where the heart is? But do you see with every step that you take you get further away from where the heart is? മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് അമ്മമാരുടെ ദിനമായി ആചരിക്കുന്നത്. അമ്മമാർക്കായി സ്നേഹ സമ്മാനങ്ങളും ഉമ്മകളും കരുതാറുണ്ടായിരിക്കും നിങ്ങളിൽ പലരും. എന്നാൽ മദേഴ്സ് ഡേയുടെ ചരിത്രം അറിയാവുന്നവർ വിരളമായിരിക്കും. ആ കഥ കേട്ടോളൂ. പുരാതന ഗ്രീക്കുകാരുടെയും റോമൻകാരുടെയും കാലത്താണ് മദേഴ്സ് ഡേ ആചരണം ആരംഭിച്ചത്. ഗ്രീക്കുകാർ ദൈവങ്ങളുടെ ദൈവമായ റേയോടുള്ള ആദരസൂചകമായി ഒരു ദിനം കൊണ്ടാടിയിരുന്നു. റോമൻകാരും ദേവതകളുടെ ദേവതയായ സിബലയോടുള്ള സ്നേഹപ്രകടനത്തിനായി ഒരു ദിവസം മാറ്റിവെച്ചിരുന്നു. ക്രിസ്തു ജനിക്കുന്നതിനും 150 വർഷം മുൻപ് മുതൽ മദേഴ്സ് ഡേ ആഘോഷിച്ചു തുടങ്ങിയിരുന്നു. Day
മാതൃദിനത്തിന് സാമൂഹ്യപരമായും മതപരമായും പ്രാധാന്യം നൽകുന്നവരുമുണ്ട്. ചില രാജ്യങ്ങളിൽ കന്യകാമാതാവുമായി ബന്ധപ്പെട്ടാണ് മാതൃദിനം ആചരിക്കുന്നത്. മാതൃത്വത്തിന്റെ മഹനീയത ഉയർത്തിക്കാട്ടുന്നതിനൊപ്പം മാതാവിന്റെ സംരക്ഷണവും കൂടി ഈ മാതൃദിനത്തിൽ ഉറപ്പാക്കേണ്ടതാണ്. Back to the calm and simple, beautiful ways. കുട്ടികളുടെ വാർത്ത ജയ്ഹിന്ദ് ന്യൂസ്. വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടക്കുന്ന മാമ്പഴക്കാലം സമ്മർ ക്യാമ്പിൽ മന്ത്രി ഗണേഷ് കുമാർ എത്തി. കുട്ടികൾക്ക് മാമ്പഴം നൽകാനും മന്ത്രി മറന്നില്ല. എൻ്റെ പേര് അഭിനന്ദ എ പത്മൻ. ഞാൻ നേച്ചങ്കര വിശ്വഭാരതി പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഗണേഷ് കുമാർ എന്ന വ്യക്തി സിനിമാ ജീവിതമാണോ രാഷ്ട്രീയ ജീവിതമാണോ കൂടുതൽ ആസ്വദിക്കുന്നത്? സിനിമാ ജീവിതം തന്നെയാണ് ആസ്വദിക്കുന്നത്. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു പാഷനാണ് സിനിമയോട്. എനിക്ക് ചെയ്യാൻ പറ്റും. ഏത് വേഷം തരുമ്പോഴും അത് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. പക്ഷേ രണ്ടിനും രണ്ട് മുഖങ്ങളുണ്ട്. രാഷ്ട്രീയം ആസ്വദിക്കുന്നതാണ് പറയുന്നത്. അതിലെനിക്ക് ആസ്വാദനമുള്ളൊരു കാര്യം രാഷ്ട്രീയത്തിനുമുണ്ട്. നമ്മളെ സമീപിക്കുന്ന ഒരാളുടെ ഒരു വേദന അനുഭവിക്കുന്ന ഒരാളുടെ ഒരു കാര്യം പറയുമ്പോൾ ആ വ്യക്തിക്കൊരു സഹായം ചെയ്തു. അപ്പോൾ ആ വ്യക്തിയുടെ മുഖത്ത് തെളിയുന്ന ഒരു താങ്ക് യു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ആ വ്യക്തിയുടെ നമ്മളാലോചിക്കും വിഷമത്തോടെ വരുന്ന ഒരാൾ. ഇപ്പോൾ ഒരാൾ വരികയാണ്, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് വന്നു പറഞ്ഞവരാണ്. ഒരു കാര്യമില്ല, നിരപരാധി എന്നെ പോലീസ് പിടിക്കുന്നു പറഞ്ഞ് പേടിച്ചത്. അപ്പോൾ പോലീസുകാരോട് പറഞ്ഞ് പിടിക്കരുത്, അയാൾ സത്യം അന്വേഷിക്കാതെ പിടിക്കരുതെന്ന് പറയുമ്പോൾ സത്യം ബോധ്യപ്പെടുത്താനൊക്കെ ഒരു അവസരം. ആ അവസരം കിട്ടുമ്പോൾ അയാളുടെ മനസ്സിലാകുന്നൊരു സന്തോഷമുണ്ട്. അത് ആ വ്യക്തി പറയണമെന്നില്ല. പക്ഷെ നമുക്കറിയാമല്ലോ എത്രത്തോളം നമ്മൾ ആ വ്യക്തിയായി മാറുന്നത്. അതൊരു നടനായതുകൊണ്ടാണ്. ഈ 5th ഞാൻ സെയിൻറ് ആൻഡ് സെൻട്രൽ സ്കൂൾ പഠിക്കുന്നു. എനിക്ക് സാറിന്റെ സൈൻ തരുമോ? എല്ലാവരും സൈലന്റ് ആണത് പോലെ. അടുത്തൊരു ജന്മമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ഈ സ്വർഗമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നരകമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു മനസ്സിൻ്റെ ചിന്തയിലുണ്ടായ ഒരു കണ്ടുപിടുത്തമാണ്. മഹാന്മാരും ആരും പറഞ്ഞതല്ല, ഞാനൊരു പാവപ്പെട്ടവൻ പറഞ്ഞതാണ്. നമ്മുടെ ഈ ജന്മത്തിലാണ് സ്വർഗവും നരകവും എല്ലാം ഭൂമിയിൽ തന്നെ. ഇതിനപ്പുറം നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു സ്വർഗമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം അടുത്ത ജന്മം ആരാകുമെന്ന് എനിക്ക് കഴിഞ്ഞ ജന്മം ആരായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഞാൻ കഴിഞ്ഞ ജന്മം എന്തോ പുഴുവോ പാമ്പോ എന്തോ അല്ല, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒരുപാട് ദിവസം ആലോചിച്ചു നോക്കി. ഞാൻ കുറേ വർഷമായിട്ട് ഇങ്ങനെ ആലോചിക്കും. പക്ഷെ ആരായിരുന്നു എനിക്ക് ഓർമ്മയില്ല. അടുത്തൊരു ജന്മം എന്താകുമെന്ന് എനിക്ക് ഓർമ്മയിൽ അറിയാൻ പറ്റും. ചോദിക്കുമോ? ശോഭനെ കണ്ട് പേടിച്ചു. ദാസപരമ്പര ഭയങ്കര പേടിയുള്ളതായിരുന്നു. ഞാൻ ലിസ എന്നൊരു സിനിമ കാണാൻ പോയിട്ട് തിരിച്ച് വീട്ടിൽ എനിക്ക് പേടി സഹിക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ 2 കസിൻസിനെ വിളിച്ച് 2 വർഷം കിടന്നിട്ട് നടുക്കുന്നത് പേടിച്ച് ലിസ വന്നാലും. അപ്പോൾ ആ രക്ഷയില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എത്ര സഹോദരങ്ങളാണ്? ഒറ്റ മോനാണ്? 2 പേരില്ലേ? അച്ഛനും അമ്മയ്ക്കും നിങ്ങളുടെ ആരോടാണ് കൂടുതൽ സ്നേഹം എന്ന് പറഞ്ഞവരുണ്ട്. അങ്കിളിൻ്റെ കയ്യിൽ 3 വകുപ്പുണ്ട്. 3 വകുപ്പും അങ്കിള് ഒരേപോലെ ഇഷ്ടപ്പെടണം. കാരണം അവിടെ എന്തൊക്കെ ഇഷ്ടപ്പെടുകയല്ല, നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന സാധനമൊന്നും അല്ലല്ലോ. തൽക്കാലത്തേക്ക് ഒരു ജോലി ഏൽപ്പിച്ചതാണ്. അപ്പോൾ ആ ജോലിയിൽ എല്ലാ 3 സ്ഥലത്തും സിൻസിയറായിട്ട് ജോലി ചെയ്യുക. എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് കണ്ടെത്തി ചെയ്യണം. അപ്പോൾ നമ്മൾ കണ്ടെത്തണ്ട. ഒരുപാട് വ്യക്തികൾ, നല്ല ആൾക്കാർ പറഞ്ഞുതരും അവിടെ ഇങ്ങനെ കുഴപ്പമുണ്ട്, അത് പരിഹരിക്കണം. ഈ കാണുന്ന കുഴപ്പങ്ങൾ പരിഹരിച്ച് പോയാൽ മാത്രമേ ഇരുന്നാൽ മതി. അടുത്തോട്ട് കൊണ്ടുവരണം. എല്ലാവരും അടുത്തേക്ക് വരും.
വസ്തുക്കൾക്കെതിരെയുള്ള നിരവധി പരിപാടികൾ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവുമല്ലോ. പത്തനംതിട്ടയിൽ ജാലവിദ്യയിലൂടെ ബോധവൽക്കരണം നടത്തുകയാണ് മജീഷ്യൻ ഗോപിനാഥ് മുതുക്കാട്. മാജിക് ഇഷ്ടമല്ലാത്തത് ആർക്കാണ്? എന്നാൽ മാജിക്കിൽ ഒരു സന്ദേശം കൂടി ഉണ്ടായാലോ? ലഹരി വസ്തുക്കൾക്കെതിരായുള്ള ബോധവൽക്കരണം മാജിക്കിലൂടെ നടത്തുകയാണ് പ്രസിദ്ധ മജീഷ്യനായ ഗോപിനാഥ് മുതുകാട്. സംസ്ഥാന എക്സൈസ് വകുപ്പും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റും ചേർന്നാണ് മാജിക് വിത്ത് എ മിഷൻ എന്ന പ്രോഗ്രാം പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന് ഒരു മാന്ത്രിക മുഖം നൽകിയതിലൂടെ നിരവധി പേരിൽ ഈ സന്ദേശം അനായാസം എത്തിക്കാൻ കഴിഞ്ഞു. മാജിക് വിത്ത് എ മിഷൻ എന്ന പ്രോഗ്രാമിലൂടെ ലക്ഷ്യം വെക്കുന്നത് പ്രധാനമായും കുട്ടികളിലെ ലഹരിയുടെ ഉപയോഗം തടയുക എന്നുള്ളതാണ്. പരിപാടിയിൽ പങ്കെടുത്ത നിരവധി പേർക്കൊപ്പം കുട്ടികളും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു. കുട്ടികളുടെ വാർത്ത ജയ്ഹിന്ദ് ന്യൂസ് പത്തനംതിട്ട. കൂട്ടുകാർക്ക് വീഡിയോ ഗെയിമുകൾ ഇഷ്ടമല്ലേ? ആംഗ്രി ബേർഡിനെ കുറിച്ച് കൂട്ടുകാർക്കറിയാമോ? ചിറകില്ലാത്ത ഈ ദേശീയക്കാരൻ പക്ഷിയെ കുറിച്ചാകാം ഇനി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഗെയിമാണ് ആംഗ്രി ബേർഡ്. സൂപ്പർ മാരിയോ, ബെൻ 10, സൂപ്പർമാൻ തുടങ്ങിയ വീഡിയോ ഗെയിമുകൾക്ക് ശേഷമാണ് ഈ ദേശീയക്കാരൻ പക്ഷി കുട്ടികളെ കീഴടക്കിയിരിക്കുന്നത്. ചിറകില്ലാത്ത ഈ പക്ഷിയെ റോബിയോ എന്റർടൈൻമെന്റ് ആണ് ആദ്യമായി പുറത്തിറക്കിയത്. 2009 ഡിസംബറിലായിരുന്നു അത്. ആംഗ്രി ബേർഡ് വീഡിയോ ഗെയിം കൂട്ടുകാർക്ക് മൊബൈലിലും കളിക്കാൻ കഴിയും. 1 ലക്ഷം കോടിയിലേറെ ആസ്വാദകരാണ് ഈ വീഡിയോ ഗെയിമിനുള്ളത്. ചിറകുകളും കാലുകളും ഇല്ലാത്ത ഉണ്ടക്കണ്ണുകളുമായി ഉരുണ്ടു നടക്കുന്ന കുറെ പക്ഷിക്കൂട്ടവുമായി സമയം ചെലവഴിക്കാൻ എല്ലാവർക്കും കൗതുകമാണ്. പലതരം കഥകളിലാണ് ആംഗ്രി ബേർഡ് പുറത്തിറങ്ങുന്നത്. ഈസ്റ്റർ മുട്ട തേടി പോകുന്നതും മുട്ട അന്വേഷിച്ച് സ്പേസിലേക്ക് പോകുന്നതും കൂട്ടുകാരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഉൾപ്പെടെ നീളുന്നു ആംഗ്രി ബേർഡ് കഥ. തീർന്നില്ല. പരസ്യങ്ങളിലും TV പ്രോഗ്രാമുകളിലും ഫേസ്ബുക്കിലും ആംഗ്രി ബേർഡ് നിറഞ്ഞു നിൽക്കുന്നു. മാർച്ച് 2011 മാർഷൽ റിമ്മർ ആംഗ്രി ബേർഡിന്റെ സിനിമ പുറത്തിറക്കി. 52 എപ്പിസോഡുകൾ ആംഗ്രി ബേർഡ് TV സീരിയൽ 2012 പകുതിയോടെ പുറത്തിറങ്ങും. കുട്ടികളുടെ വാർത്ത ജയ്ഹിന്ദ് ന്യൂസ്. കുട്ടികൾക്ക് ആവേശമായി ഫൈൻഡിംഗ് നീമോ എത്തുന്നു. കടലിനടിയിലെ നിരവധി കാഴ്ചകൾ ഈ ചിത്രത്തിലുണ്ട്. There
ഒരെണ്ണം മാത്രം ബാക്കി വെച്ച് ഒരു വമ്പൻ സ്രാവ് മീൻമുട്ടകളെല്ലാം വിഴുങ്ങുന്നു. ഇങ്ങനെയാണ് ഫൈൻഡിങ് നിമോ കഥ തുടങ്ങുന്നത്. അവശേഷിക്കുന്ന ആ മുട്ടയാണ് നിമോയായി എത്തുന്നത്. Walt Disney Pictures presents a Pixar Animation Studios film. Totally. I gotta find my son Nemo. Go easy on him. He's lost his son, Fabio. Fish are friends, not food. നിമോ വലുതായി അച്ഛൻ മെർലിനോടൊപ്പം സ്കൂളിൽ പോയി തുടങ്ങി. കുഞ്ഞുവാല് മാത്രമുള്ള നിമോയെ സ്കൂളിൽ അയക്കാൻ മെർലിന് പക്ഷെ പേടിയായിരുന്നു. തെരണ്ടിവാലിന് മുകളിലാണ് നിമോയുടെ സ്കൂൾ. ഒരു ദിവസം നിമോയും കൂട്ടുകാരനും കൂടി മത്സരം നടത്തുന്നു. ആരാദ്യം നങ്കൂരത്തിൽ തൊടും എന്നതായിരുന്നു മത്സരം. അവിടെ നിന്നാണ് കഥ പുരോഗമിക്കുന്നത്. To find Nemo. Let's ask for directions. No! What is it with men and asking for directions? Will take a miracle. Yeah, I saw him, but I'm not telling you where he went. All right, I'll talk. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിത്രമാണ് ഫൈൻഡിങ് നിമോ. വാൾട്ട് ഡിസ്നിയാണ് ആ ചിത്രം പുറത്തിറക്കുന്നത്. ആൻഡ്രൂ സ്റ്റാൻറ്റനാണ് സംവിധാനം. My son was taken away from me. Your son Chico? Nemo. Right, got it. Somewhere beyond the sea, somewhere waiting for me. No more sailing. കുട്ടികളുടെ വാർത്ത ജയ് ന്യൂസ്. കൂട്ടുകാർക്കെല്ലാം മുത്തശ്ശി കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? മുത്തശ്ശി കഥകൾ വെറുതെ കേട്ട് കളയാനുള്ളതല്ല കേട്ടോ. ഓരോ കഥയിലെയും ഗുണപാഠം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനായി നിങ്ങൾ ശ്രമിക്കണം. ഇതാ വരുന്നു ഇന്നത്തെ മുത്തശ്ശി കഥ. There once lived a huge, hungry lion in a vast jungle. All the animals were afraid of him because he would kill many of them every day for food. ഒരു കാട്ടിൽ ക്രൂരനായ ഒരു സിംഹമുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവൻ നിരവധി മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് ശാപ്പിടും. അങ്ങനെ മൃഗങ്ങളെല്ലാം പൊറുതിമുട്ടി. സിംഹത്തിനെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്ന് അവർ തീരുമാനിച്ചു. അവരെല്ലാം കൂടി സിംഹത്തിനെ ചെന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു, മൃഗരാജൻ, അങ്ങ് ഇനി മുതൽ മൃഗങ്ങളെ വേട്ടയാടേണ്ടതില്ല. അങ്ങേക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഇങ്ങോട്ടെത്തിക്കാം. അന്നേ ദിവസം മുതൽ ഓരോ മൃഗങ്ങളായി സിംഹത്തിന്റെ അടുത്തെത്തി അവന് ഭക്ഷണമായി. ഒരു ദിവസം സൂത്രശാലിയായ ഒരു മുയലിന്റെ ഊഴമെത്തി. അവൻ സിംഹത്തിന്റെ അടുത്തെത്തി. സിംഹം പറഞ്ഞു, എനിക്ക് നല്ല വിശപ്പുണ്ട്. നിന്നെപ്പോലുള്ള ഇത്തിരി കുഞ്ഞിനെ തിന്നതുകൊണ്ട് എന്റെ വിശപ്പ് മാറില്ല. ഉടൻ മുയൽ പറഞ്ഞു, സിംഹരാജാവേ, നമ്മുടെ കാട്ടിൽ വലിയ മറ്റൊരു സിംഹം എത്തിയിട്ടുണ്ട്. അവൻ എല്ലാ മൃഗങ്ങളെയും പിടിച്ച് തിന്നുകയാണ്. ഇങ്ങനെ പോയാൽ അങ്ങേക്ക് വിശപ്പടക്കാൻ ഇവിടെ മൃഗങ്ങൾ ഉണ്ടാവില്ല. ഇത് കേട്ട് കോപം പൂണ്ട സിംഹം അലറി, അവനെ ഞാൻ ശരിയാക്കും. എവിടെ അവൻ? മുയൽ സിംഹത്തിനെയും കൂട്ടി ഒരു പൊട്ടക്കിണറ്റിനടുത്തേക്ക് പോയി. കിണറ്റിലേക്ക് ചൂണ്ടിക്കാട്ടി. അതാ അവൻ. നോക്കിയപ്പോൾ അതാ വെള്ളത്തിൽ മറ്റൊരു സിംഹം. എന്നാൽ തന്റെ പ്രതിബിംബമാണ് വെള്ളത്തിൽ കാണുന്നതെന്ന് മന്ദബുദ്ധിയായ സിംഹത്തിന് മനസ്സിലായില്ല. അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, അവൻ വെള്ളത്തിൽ മുങ്ങിച്ചത്തു. കാട്ടിലെ മൃഗങ്ങളെല്ലാം രക്ഷപ്പെടുകയും ചെയ്തു. Returned home and retold his adventure. All the other animals in the jungle were happy that their greatest enemy was dead. You have been very clever, my little friend. കൂട്ടുകാരെ, ഇപ്പോൾ മനസ്സിലായില്ലേ, ശക്തി മാത്രം പോരാ, ബുദ്ധിയും വേണമെന്ന്. ഇന്നത്തെ കുട്ടികളുടെ വാർത്ത കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. നിങ്ങളുടെ കൊച്ചു കൊച്ചു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ, കുട്ടികളുടെ വാർത്ത, JNTV, കരംല ആർക്കേഡ് 4 PO, തിരുവനന്തപുരം. ഇമെയിൽ kidsnews@jntv.in.
അപ്പോൾ ഇനി പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. വാർത്തകൾ അവസാനിക്കുന്നില്ല. ജയ് ഹിന്ദ്.